ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ചെറിയ ഫ്ലേവറിൽ മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗണിൽ നല്ല സ്വാദുള്ള റവ റോസ്റ്റ് ഉണ്ടാക്കാം. മിക്സിംഗ് ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടതെല്ലാം ചേർക്കാം. 2 കപ്പ് റവ എടുക്കാം. ഈ കണക്കിന് ബാക്കി ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഇടിയപ്പപ്പൊടി, 1/2 കപ്പ് മൈദ. ഇത്രയൊന്ന് യോജിപ്പിക്കാം. 1 കപ്പ് റവയാണെങ്കിൽ എല്ലാം ഇപ്പോൾ ചേർക്കണതിൻ്റെ പകുതി അളവിൽ മതിയാവും. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുതിരണ രീതിയിലാണ് വെള്ളം വേണ്ടി വരിക. വല്ലാണ്ട് ലൂസാവണ്ട. അരിപ്പൊടി അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം ചേർക്കണം. ഇപ്പോൾ പാകത്തിന് വെള്ളം ചേർത്തു. പൊടികൾ നല്ലോണം കുതിർന്നിരിക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് അടച്ചിരിക്കട്ടെ. ആ സമയം കൊണ്ട് ഇനി വേണ്ടതെല്ലാം റെഡിയാക്കാം. പച്ചമുളക് 1 പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്, ജീരകം 1 ടീസ്പൂൺ, സബോള ഇടത്തരം വലുപ്പത്തിലുള്ള 1 പൊടിയായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില നുറുക്കിയിട്ടുണ്ട്, 10-12 കുരുമുളക്, 1 ടീസ്പൂൺ മല്ലിയില നുറുക്കിയത്, ഇഞ്ചി 1.5 ടീസ്പൂൺ ചെറുതായിട്ട് നുറുക്കിയതാണ്, ക്യാരറ്റും നുറുക്കിയിട്ടുണ്ട് പൊടിയായിട്ട്, അത് 3 ടേബിൾ സ്പൂൺ വേണം. ഇത്രയാണ് വേണ്ടത്. ഇപ്പോൾ 15 മിനിറ്റായി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, പഞ്ചസാര 2 ടീസ്പൂൺ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പഞ്ചസാര, വെള്ളം നല്ലോണം അബ്സോർബായി മാവിലേക്ക്. ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം. അരച്ചു കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. 1 കപ്പ് കട്ടത്തൈരും കൂടി ചേർക്കാം. ഇപ്പോൾ 2 സ്ട്രെച്ചായിട്ട് മിക്സിയിൽ അരച്ചതാണ്. പാകത്തിന് വെള്ളം ചേർക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. ദോശമാവിനേക്കാളും നല്ലോണം ലൂസാവണം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. സബോള നുറുക്കിയത്, ഇഞ്ചി പൊടിയായിട്ട് നുറുക്കിയത്, പച്ചമുളക്, കുരുമുളക്, ക്യാരറ്റ്, മല്ലിയില, ജീരകം, കറിവേപ്പില നുറുക്കിയത്. ഇനി ഇളക്കി ചേർക്കാം നല്ലോണം. ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ചേർക്കാം. ക്യാരറ്റും മല്ലിയിലയും കാണാനും ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ മാവിൽ ഇങ്ങനെ വെള്ളത്തിരിയും കൂടി ചേർത്ത് ലൂസാക്കാം. ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പാൻ ചൂടായി. മാവ് ഒഴിക്കാം. ദോശ പോലെ പരത്തണ്ട, വെള്ളം പോലത്തെ മാവാണല്ലോ. മൂളിക്കൂടെ ഒഴിക്കണ്ട. 1/2 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇങ്ങനെ കളർ മാറി വിട്ടുവരും. ഒരു സൈഡ് മാത്രം റോസ്റ്റ് ആയാൽ തന്നെ കനം കുറവുള്ള മാവായതുകൊണ്ട് ഇങ്ങനെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാവും. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാം. നാളികേര ചട്നിയുടെ ഒപ്പം നല്ല സ്വാദാണ്. ക്രിസ്പിയാണ്. ചെറിയ തീയിലും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.